എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം എത്ര ടൈം പഠിക്കാൻ പറ്റും, അതെങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടിരുന്ന് ഒരു 10 മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ നടപ്പിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ 10 മണിക്ക് രാവിലെ എണീക്കുന്ന ആളാണ്, ഓക്കെ ഞാൻ നാളെ മുതൽ 5 മണിക്ക് എണീക്കും, അത് പറ്റില്ല. ഇപ്പോൾ 10 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒരു 9 മണിക്ക് എണീക്കാൻ ട്രൈ ചെയ്യുക. അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക, എങ്കിലേ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ടൈം ടേബിൾ, നമ്മളെ റുട്ടീനിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് 7 മണിക്ക് എണീക്കുന്ന ഒരാൾക്ക് രാത്രി 10 മണി വരെ എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 7 മണിക്ക് എണീക്കുവാണെങ്കിൽ നമുക്ക് 7:30 മുതൽ 9 മണി വരെ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് 9:30 വരെ, 9 മണി മുതൽ 9:30 വരെ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ 9:30ക്ക് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ 11 മണി വരെ നമ്മൾ പഠിക്കുവാണേ. പിന്നെ 11 മണി മുതൽ 11:15 വരെ ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കുക. 11:15 മുതൽ 12:30 വരെ പിന്നെയും പഠിക്കുന്ന ടൈമാണ്. 12:30 മുതൽ 1:30 വരെ ലഞ്ച് ബ്രേക്ക് പ്ലസ് റെസ്റ്റ് ആണ്. നമ്മൾ 1 അവർ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 1:30 മുതൽ 3:30 വരെ നമ്മൾ പഠിക്കുന്ന സെക്ഷനാണ്. ആ ടൈം കുറച്ച് ഈസി ആയിട്ടുള്ള, നമുക്ക് കേട്ടിരിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ 3:30 മുതൽ 4 മണി വരെ ഒരു ബ്രേക്ക് ഉണ്ട്. മാക്സിമം ആ ടൈം തന്നെ നമ്മുടെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ 4 മണി മുതൽ 6 മണി വരെ പിന്നെ ഈവനിങ് സ്റ്റഡി ടൈമാണ്. ആ ടൈം കുറച്ച് എന്താ പറയുക, പിന്നെ നമുക്ക് ഉറക്കമൊന്നും അത്ര കാണത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. പിന്നെ നമുക്ക് 6 മണി മുതൽ 7:30 വരെ നമ്മളൊരു 1.5 മണിക്കൂറോളം ഒരു റെസ്റ്റ് എടുക്കുകയാണ്. ആ ടൈം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നമ്മളൊരു 7 മണിക്കുള്ളിൽ ഡിന്നർ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് ആ ടൈം തന്നെ ഡിന്നറൊക്കെ കഴിച്ചൊരു വാക്കൊക്കെ പോയിട്ട് വെയിറ്റ് ചെയ്യുക, ഓക്കെ. പിന്നെ നമുക്ക് 7:30 മുതൽ 10 മണി വരെ ഈ ടൈമിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു 15 മിനിറ്റോ 20 മിനിറ്റോ ഗ്യാപ്പ് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ബട്ട് ഈ സമയം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനും റിവിഷൻ നടത്താനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ചായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി, ഓക്കെ. അല്ലെങ്കിൽ നമുക്കൊരു ബേർഡൻ ആയിട്ട് ഇത് മാറും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കേണ്ട. അപ്പോൾ ശരി എന്നാൽ ടാറ്റ.